നമസ്കാരം. വാരം വാർത്താ വിചാരം എന്ന പ്രതിവാര പരിപാടിയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളും സംഭവങ്ങളും വിശകലനം ചെയ്യുന്ന പരിപാടിയാണിത്. ചില വാർത്തകൾ വീണ്ടും വീണ്ടും കാണേണ്ടതും ചില വാർത്തകൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതുമാണ്, കൂടുതൽ അറിയേണ്ടതുമാണ്. വാരം വാർത്താ വിചാരം അവതരിപ്പിക്കുന്നത് അത്തരം വാർത്തകളെയാണ്. കായംകുളം നഗരസഭ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. വിവാദമൊഴിയാത്ത നഗരസഭയായി കായംകുളം മാറുമ്പോൾ ജനം പതിവ് പോലെ കാഴ്ചക്കാരുടെ റോളിലാണ്. നഗരസഭാ ഓഫീസിൽ അജ്ഞാതർ കടന്നുകയറി ഫയൽ പരിശോധന നടത്തിയ സംഭവം ദിവസേന ചൂടുപിടിക്കുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ നഗരസഭാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സ്ഥലം മാറ്റിയതും സ്ഥലം മാറ്റത്തിന് തുടർന്ന് സ്റ്റേ വന്നതും കഴിഞ്ഞയാഴ്ച വാർത്തകളിൽ നിറഞ്ഞു. വിവാദങ്ങൾ ഒരു കാലത്തും കായംകുളം നഗരസഭയ്ക്ക് പുത്തരിയല്ല. ഭരണം മാറിയപ്പോഴും നഗരസഭയുടെ വിവാദ പർവ്വതത്തിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല എന്ന് സമീപകാല സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 10 വർഷക്കാലത്തോളം LDF ഭരണത്തിലായിരുന്ന നഗരസഭ ഇക്കുറി UDFന്റെ കയ്യിലെത്തുകയായിരുന്നു. 1 വർഷം മുൻപ് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കിടെ ലഭിച്ച ഒരു സ്വർണ്ണമോതിരം അന്നത്തെ നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ അധികൃതർക്ക് കൈമാറിയത് പിന്നീട് കാണാതായ സംഭവം കോളിളക്കം സൃഷ്ടിച്ചതിനിടെയാണ് അജ്ഞാതൻ രാത്രിയിൽ നഗരസഭാ ഓഫീസിൽ കടന്നുകയറി ഫയലുകൾ പരിശോധിച്ചതായി പറയുന്ന വിഷയം ഉയർന്നുവന്നത്. CCTV പ്രവർത്തനരഹിതമാക്കിയ ശേഷം ചെയർമാൻ, സെക്രട്ടറി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുടെ ഓഫീസിൽ രാത്രിയിൽ ആരോ ഫയൽ പരിശോധന നടത്തിയതായി പറയുന്ന സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. നഗരസഭ 1.20 കോടി രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലാണ് പരിശോധിച്ചതെന്നാണ് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള വാദം. എന്നാൽ പ്രതിപക്ഷമായ LDF അതിനെ ഖണ്ഡിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നഗരസഭയിൽ രാത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യാതെ ഇത്തരമൊരു സംഭവത്തിൽ പുകമറ സൃഷ്ടിച്ച് ആരോപണം ഉന്നയിക്കാനാണ് UDF ഭരണ നേതൃത്വം ശ്രമിക്കുന്നതെന്നാണ് LDF പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നടത്തി കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് അസന്നിഗ്ധമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പ്ലാന്റിനെതിരെ ഗൂഢശ്രമം നടത്തി ഈ പ്ലാന്റ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് UDFന്റെ ഭാഗത്തു നിന്ന് ആസൂത്രിതമായി നടത്തുന്നതെന്നാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ഫയലാണ് തിരഞ്ഞത് എന്ന പ്രസ്താവന നടത്തുന്നത് ഈ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. പ്ലാന്റ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് അതിനുള്ള പരിഹാരം കാണുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനു പകരം LDF ഭരണസമിതിയുടെ കാലത്ത് നടത്തിയ പ്രധാന പദ്ധതിയെ ഇകഴ്ത്തി കാണിക്കുന്നതിനുമുള്ള ഗൂഢനീക്കം ഇതിന് പിന്നിലുള്ളതായി സംശയിക്കുന്നതായി LDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ ജനുവരി മാസം 3-ാം തീയതി മുനിസിപ്പൽ എഞ്ചിനീയർ അവധിയിലായിരുന്ന ദിവസം ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്നും മുനിസിപ്പൽ ചെയർമാൻ വാങ്ങി എടുത്തിട്ടുള്ളതും കൈപ്പറ്റ രസീത് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതുമാണെന്നും പറയുന്നു. ഏതായാലും ഈ വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് നഗരസഭാ എഞ്ചിനീയറെ സ്ഥലം മാറ്റിയത് എന്നാണ് പുറത്തുവരുന്നത്. നഗരസഭയുടെ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പ്രവർത്തനക്ഷമത അറിയാതെ കമ്പനിക്ക് പണം കൈമാറുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ച അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയത് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിലുള്ള പ്രതികാരമാണെന്ന് നഗരസഭാ ഭരണ നേതൃത്വം ആരോപിക്കുന്നു. അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വേട്ടയാടുന്ന ഇടത് സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കായംകുളം മുനിസിപ്പൽ എഞ്ചിനീയറെ അകാരണമായി വടകരയിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്. ഇത്തരം ഭീഷണി കൊണ്ടും നഗരസഭയുടെ സുഗമമായ പ്രവർത്തനത്തെ തകിടം മറിക്കുവാനും ശ്രമിക്കുന്ന ഇടത് സർക്കാരിൻ്റെ എല്ലാ നടപടിക്കുമെതിരായി നിയമപരമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിനിടയിൽ സ്ഥലം മാറ്റം താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് തദ്ദേശ സ്വയംഭരണ ട്രൈബ്യൂണലിന്റെ ഉത്തരവും വന്നു. ചുരുക്കത്തിൽ അജ്ഞാതരുടെ ഫയൽ പരിശോധനയും എഞ്ചിനീയറുടെ സ്ഥലം മാറ്റവും അടുത്തിടെയെങ്ങും കെട്ടടങ്ങാത്ത വിവാദമായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് സൂചന. കരിയിലക്കുളങ്ങരയിലെ ആലപ്പി സഹകരണ സ്പിന്നിംഗ് മില്ലിൽ ആലപ്പി ഗാർഡൻസ് ഒരുങ്ങി. മില്ലിന്റെ നേതൃത്വത്തിൽ മിൽ വളപ്പിൽ തയ്യാറാക്കിയ ഗാർഡന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. വ്യത്യസ്ത തരം ഫലവർഗ ചെടികളും പൂച്ചെടികളുടെയും വിപുലമായ ശേഖരവുമായി ഗാർഡൻസ് ഒരുങ്ങിയിരിക്കുന്നത്. സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ ഹരിത സംരംഭമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പൊതുമേഖലാ സഹകരണ സ്പിന്നിംഗ് മില്ലുകളിൽ കേരളത്തിൽ ആദ്യമായി
ISO അംഗീകാരം നേടിയ സ്ഥാപനമാണ് കരിയിലക്കുളങ്ങരയിലെ ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ. 33 കോടി രൂപ ചിലവഴിച്ച് കേരള സർക്കാർ നടപ്പിലാക്കിയ ആധുനികവൽക്കരണ പദ്ധതിയെ തുടർന്ന് 70% ആധുനിക മെഷീനുകൾ സ്ഥാപിക്കുവാൻ മില്ലിന് സാധിച്ചു. 2026 മാർച്ച് മാസത്തോടെ 50,000 കിലോയോളം നൂൽ വിദേശത്തേക്ക് കയറ്റി അയക്കപ്പെടും. മില്ലിന്റെ തരിശായ ഭൂമി 2017 മുതൽ സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം കൃഷിയോഗ്യമാക്കി. ഇതിന്റെ ഭാഗമായിട്ടാണ് മില്ലിന്റെ സ്വന്തമായ ഭൂമി കൃഷിയോഗ്യമാക്കുന്നതോടൊപ്പം ഫലവൃക്ഷ തൈകൾ, പൂച്ചെടികൾ, ചെടിച്ചട്ടികൾ, വിവിധ തരത്തിലുള്ള വളങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന പദ്ധതി പ്രകാരം ആലപ്പി ഗാർഡൻസ് എന്ന പേരിൽ നഴ്സറി ആരംഭിച്ചിട്ടുള്ളത്. ഏറെ വ്യത്യസ്ത തരം ഫലവർഗ ചെടികളും പൂച്ചെടികളുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാന ഗേറ്റ് കടന്നെത്തിയാൽ തന്നെ 4 ഭാഗത്തെയും പൂന്തോട്ടമാണ് കാണാൻ കഴിയുന്നത്. വിവിധ തരം റോസാ ചെടികൾ, മുന്തിരി ചെടികൾ, അലങ്കാര പനകൾ, ക്രിസ്മസ് ട്രീ മരം, മുല്ല, ജമന്തി എന്നിവയും വ്യത്യസ്തങ്ങളായ ജറബറ, വിറ്റോണിയ, പീസ് ലില്ലി, ഇക്സോറ, സീനിയ, യൂഫിയ, പെട്രിയ, പാലിയ, ആർക്കേറിയ, ഇതിനു പുറമെ വിവിധ തരത്തിലുള്ള പനകൾ, മുളകൾ, ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഗ്രോ ബാഗുകൾ, വിവിധ തരം വളങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, വിത്തുകൾ, മാവ്, പേര, പ്ലാവ്, റംബൂട്ടാൻ, ചാമ്പ, ആപ്പിൾ എന്നിവയെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഇവിടെയെല്ലാം ഗ്രാഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ചില്ലറ മൊത്തവിലയിൽ ചെടികളും ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. ആലപ്പി ഗാർഡൻസിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. ഈ സ്പിന്നിംഗ് മില്ലിൻ്റെ പേരിലാവുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ളത് മറ്റുള്ളങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ വില കുറച്ച് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ സ്ഥാപനത്തിൻ്റെ വരുമാനത്തിലേക്ക് എത്തും. സ്ഥാപനത്തിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും തൊഴിലാളികൾക്കും എല്ലാമാണ്. സ്വർണത്തിന് ഇപ്പോൾ ലക്ഷം കടന്ന വിലയാണ്. അതുകൊണ്ട് തന്നെ സ്വർണം കൂടുതൽ പേരെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. മുതൽ മുടക്കാതെ സ്വർണം ലഭിക്കാനായി മോഷ്ടാക്കൾ സജീവമാകുന്ന കാലം കൂടിയാണിത്. ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം സ്വർണം കൈക്കലാക്കൽ തന്നെയാണ്. കുറുവാ സംഘം എന്ന കുപ്രസിദ്ധ തസ്കര കൂട്ടത്തിന്റെ വിളയാട്ടം ഉൾപ്പെടെയുള്ള കവർച്ചകൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജില്ലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇടക്കാലത്തെ ശാന്തമായിരുന്നു. എന്തായാലും സ്വർണത്തിന് വിലക്കുതിപ്പ് ഉണ്ടായത് കാരണമാകാം ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം ഇപ്പോഴും ഉണ്ടാകുന്നു. കഴിഞ്ഞ ആഴ്ച ചെന്നിത്തലയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. നമ്മളില്ലാത്ത നമ്മുടെ വീടുകളിൽ ലക്ഷം വില കടന്ന സ്വർണം തേടി മോഷ്ടാക്കൾ ഏത് നിമിഷവും വരാമെന്ന മുന്നറിയിപ്പാണ് സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ വിളംബരം ചെയ്യുന്നത്. ചെന്നിത്തലയിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്നുള്ള വൻ കവർച്ച നടന്നത് കഴിഞ്ഞ ദിവസമാണ്. 20 പവനോളം സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 40 ലക്ഷം രൂപ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് തൃപ്പരുന്തറ പണിക്കാരോടത്ത് ജംഗ്ഷന് സമീപം വലിയ വീട്ടിൽ ഷാരോൺ വില്ലയിൽ VO ജോസിന്റെ വീട്ടിൽ നിന്ന് കവർന്നത്. സ്വർണ്ണ കോയിൻ, ഐപാഡ്, ലാപ്ടോപ്പ്, വാച്ച്, 30,000 രൂപ നിരക്ക് വരുന്ന 25 UK പൗണ്ട് എന്നിവ മോഷണം പോയി. 2 മാസം മുമ്പാണ് ജോസും ഭാര്യ ഏലിയാമ്മയും UK-യിൽ നിന്ന് നാട്ടിലെത്തിയത്. ഇരുവരും തുമ്പമണിലെ ബന്ധുവീട്ടിൽ പോയിരുന്നു. സിറ്റൌട്ടിന്റെ ഇരുമ്പ് ഗ്രില്ലിന്റെ താഴ് അറുത്ത് തടിയിൽ തീർത്ത പ്രധാന വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. മുറിയിൽ അലമാരയുടെ ലോക്കർ പൊളിച്ചായിരുന്നു മോഷണം. വീടിന്റെ സൂക്ഷിപ്പുകാരൻ രാവിലെ എത്തിയപ്പോഴാണ് ഗ്രില്ലും വാതിലും തുറന്നു കിടക്കുന്നത് കണ്ടത്. മാന്നാർ പോലീസ് SHOD രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാസ്പോർട്ടുകളും മറ്റ് രേഖകളും സൂക്ഷിക്കുന്ന ഹാൻഡ് ബാഗ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴയിൽ നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് നായ മണം പിടിച്ച് 1 കിലോമീറ്ററോളം ഓടി മാന്നാർ മാവേലിക്കര സംസ്ഥാന പാതയിലെത്തി നിന്നു. സമീപത്തുള്ള CCTV ഫൂട്ടേജുകൾ പോലീസ് ശേഖരിച്ചു. അതിഥി തൊഴിലാളികളിലേക്കും അന്വേഷണം നീളുമെന്നാണ് സൂചന. ചെങ്ങന്നൂർ DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ആളില്ലാത്ത വീട് കേന്ദ്രീകരിച്ചുള്ള മോഷണം അടുത്ത കാലത്ത് വർദ്ധിച്ചപ്പോൾ പോലീസ് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അവ ശ്രദ്ധിക്കേണ്ടതാണ്. പകൽ സമയത്തും വാതിലുകളും ജനലുകളും അടച്ചിടുക. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ വീടിന്റെ വാതിലുകളും ജനലുകളും അടച്ചിട്ടുണ്ടോ എന്നും പൂട്ടിയിട്ടുണ്ടോ എന്നും കൃത്യമായി പരിശോധിക്കുക. ജനലുകളിലും ഗ്ലാസ് പാനലുള്ള വാതിലുകളിലും ഗ്രില്ലുകൾ ശരിയാക്കുക. രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അഭാവത്തെക്കുറിച്ച് നിങ്ങളുടെ അയൽക്കാരെ അറിയിക്കുക. നിങ്ങളുടെ വീട്ടിൽ എക്സിറ്റ് പോയിന്റുകളിൽ ലൈറ്റുകൾ ഇടുക. വലിയ അളവിലുള്ള പണവും ആഭരണങ്ങളും വീട്ടിൽ സൂക്ഷിക്കരുത്. വാതിൽ തുറക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒരു സന്ദർശകനെ തിരിച്ചറിയുക. ചെറിയ കുട്ടികളെ ഒരിക്കലും സന്ദർശകർക്കായി വാതിൽ തുറക്കാൻ അനുവദിക്കരുത്. ഈ നിർദ്ദേശങ്ങൾ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്ന് ഒന്നേ തിരിച്ചറിയാനുള്ളൂ: സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.
ഓണാട്ടുകരയ്ക്ക് ഇപ്പോൾ ഉത്സവകാലമാണ്. ചെറുതും വലുതുമായ മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്. മകരഭരണിയോടെയും തൈപ്പൂയത്തോടെയും ആരംഭിച്ച ഉത്സവകാലം ശിവരാത്രിയോടുകൂടി സജീവമാകും. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവ നാളുകൾക്കും ശിവരാത്രിയോടുകൂടി തുടക്കമാകും. ഓണാട്ടുകര എന്നാൽ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര എന്നീ താലൂക്കുകൾ ചേർന്ന പ്രദേശമാണ്. കാർഷിക സംസ്കൃതിയും ഉത്സവങ്ങളുമാണ് ഓണാട്ടുകരയെ ഏറ്റവും പ്രശസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് വലിയ പ്രത്യേകതയാണ് ഉള്ളത്. മകരം കുംഭമാസങ്ങളിലാണ് ഓണാട്ടുകരയുടെ ഉത്സവകാലം സജീവമാകുന്നത്. പാരമ്പര്യവും കലയും സംസ്കാരവും ഇഴചേരുന്നതാണ് ഓണാട്ടുകരയുടെ ഉത്സവങ്ങൾ. പതിവ് ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ ഘോഷയാത്രകൾ, എഴുന്നള്ളിത്തുകൾ എന്നിവയും വൻ ഭക്തജന പങ്കാളിത്തത്തോടെ നടക്കുന്നു. രാത്രി 10 മണിക്ക് ശേഷം കലാപരിപാടികൾക്ക് നിയന്ത്രണമുണ്ടെങ്കിലും നാടെങ്ങും തരംഗമായ നന്ദഗോവിന്ദം ഭജൻസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് പലയിടത്തും നടക്കുന്നു. വാർത്തകളുടെ കുത്തൊഴുക്കാണ് ഉണ്ടാകുന്നതെങ്കിലും ചില വാർത്തകൾ പുനർവായനയ്ക്ക് വിധേയമാകുന്നു. ചില വാർത്തകൾ വിശകലനത്തിന് വിധേയമാകുന്നു. അത്തരം പുനർവായനയും വിശകലനവുമാണ് വാരം വാർത്താ വിചാരം. വാരം വാർത്താ വിചാരത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.